ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. പഴക്കടയെന്ന് കണ്ട് കടമുറി കയറിയതാണ് ഒരാൾ. പക്ഷെ അവിടെ പഴമൊന്നുമില്ല. ഒരു ചെറിയ പാത്രത്തിൽ കുറേ വിത്തുകൾ മാത്രം. കച്ചവടക്കാരനോട് അയാൾ പറഞ്ഞു, പുറത്ത് കാണിച്ചതല്ലോ, അകത്ത് ഈ വിത്തുകൾ. അപ്പോൾ കച്ചവടക്കാരൻ വളരെ സൗഹൃദത്തോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പഴക്കടയാണ്. ദൈവത്തിൻ്റെ പഴക്കടയിൽ ഞങ്ങൾ പഴങ്ങൾ വിൽക്കാറില്ല, വിത്തുകൾ മാത്രമേ ഉള്ളൂ. കുട്ടികളോട് പറയുന്ന കഥയാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും അതിനെ ഗൗരവമായിട്ട് എടുക്കാവുന്നതാണ്. ദൈവം പഴങ്ങൾ വിൽക്കാറില്ല, വിത്തുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഗുരുക്കന്മാരുടെ ധർമ്മം ആ വിത്തുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ചിലർ അതിനെ കണ്ടെത്തി ഒരിത്തിരി മണ്ണും ഇത്തിരി നനവും സൂര്യവെളിച്ചമൊക്കെ കൊടുത്ത് കാലം കൊണ്ടതിനെ വലിയ കൊയ്ത്താക്കുന്നു. വേറെ ചിലർ താലന്തിൻ്റെ കഥ കണക്ക് മറച്ചു വെച്ചും ഒളിപ്പിച്ചു വെച്ചും എടുക്കാൻ നേരത്തെ ഓട്ടക്കയോടെ നിന്നും അതിനെ പടുമുളയാക്കുന്നു. മനുഷ്യനങ്ങനെ എന്തൊരു സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ റിവീൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഗുരു നമ്മളോടൊപ്പം സഞ്ചരിച്ചത്. നമ്മുടെ സാധ്യതകൾ അല്ലെങ്കിൽ ഇമ്മൻസായ സാധ്യതകളാണ്. അതിനകത്ത് ആ സാധ്യത നിർണ്ണയിക്കുന്ന വഴിയായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം ധർമ്മത്തെക്കുറിച്ച് കാര്യമായ വ്യക്തതയില്ലാത്ത ഭൂമിയിലെ ഏക സ്പീഷ്യസ് മനുഷ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. ഏതൊക്കെ അളവിൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും മരങ്ങൾക്കും ഈ തിരക്കുകൾക്കും ഒക്കെ തങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് ധാരണയുണ്ട്. അത് വളരെ നെയ്വായ ഒന്നാണ്. അത് നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ഇൻസ്റ്റിങ്റ്റുകളുടെ മീതെയാണ് തന്നെ. പക്ഷെ എന്നാലും അതിനകത്തൊരു വ്യക്തതയുണ്ട്. ആ മനുഷ്യൻ്റെ കാര്യത്തിനകത്ത് ഇത് അവൻ തന്നെ കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട്. അത്തരം കണ്ടെത്തലുകളെ കുറേ കൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് എപ്പോഴും നമുക്ക് ഗുരുമൊഴികൾ. അത്തരം ഗുരുമൊഴികളിൽ നിന്ന് നമ്മൾ കുറേ കൂടി ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട ഒരു വാക്കാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലവണമാകുന്നു. ലാവണ്യം എന്ന് പറയുന്ന വാക്ക് അഴകിൻ്റെ പര്യായമാണ് നമുക്കറിയാം. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉണ്മയ്ക്ക് അഴക് കൊടുക്കുന്ന, അഴകിലേക്ക് കരയറ്റുന്ന വലിയ പ്രകാശമുള്ള ഗുരുമൊഴികളാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുക. ഉപ്പ് നമുക്കറിയാം പലതിൻ്റെയും പ്രതീകമാണ്. ഒരു നുള്ളുപ്പ് ഒരു കടപ്പുറത്ത് വെച്ച് ഗാന്ധി കാച്ചുമ്പോൾ അതൊരു ദേശത്തിൻ്റെ വലിയ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയൊക്കെ ഭാഗമായി മാറി. എവിടെയോ മനുഷ്യൻ്റെ ആ ചരിത്രബോധത്തിലും അവൻ്റെ സാമൂഹ്യ ബോധത്തിലുമൊക്കെ ഉപ്പ് കിടപ്പുണ്ട്. ഒഴിവാക്കാനാവാത്ത, എല്ലായിടത്തും ഉപകരിക്കുന്ന, എന്നാൽ തീരെ കാഴ്ചയിൽ പെടാത്ത, വല്ലാതെ അലിഞ്ഞു പോകുന്ന, എന്തിനേയും വിളിക്കേണ്ട വാക്ക് ഉപ്പ. ഉപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലേക്ക് വരുന്നത് ഭംഗിയുള്ള ഒന്ന് രണ്ട് ക്രിയേറ്റീവ് വർക്കുകളാണ്. നമുക്കിവിടെ പവിത്രൻ്റെ ഉപ്പെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനേക്കാളായിട്ട് ഒരു പക്ഷേ മനസ്സിലേക്ക് വരുന്നത് ONV കുറുപ്പിൻ്റെ ഉപ്പെന്ന് പറയുന്ന കവിതയാണ്. ഇങ്ങനെ പേരക്കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപ്പിൽ, ഈ കഞ്ഞിയിൽ ഉപ്പിങ്ങനെ അലിഞ്ഞു പോകുന്ന കണക്ക് ഞാനിങ്ങനെ അലിഞ്ഞു പോകും. പക്ഷെ എന്നാൽ ഈ കഞ്ഞിയിൽ എവിടെയോ ഞാനുള്ളത് കണക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നീ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ അത് തലമുറകൾ പരമ്പരകൾക്ക് കൊടുക്കുന്ന വലിയ സ്നേഹത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും ഒക്കെ കഥയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മാനവരാശിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വല്ലാതെ മനുഷ്യൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ട, തീരെ ഒഴിവാക്കാനാവാത്ത ഒരു ധാതുവിൻ്റെയൊക്കെ പേര്, പ്രകാശധാതുവിൻ്റെയൊക്കെ പേരാണ് ഉപ്പെന്ന് പറയുക. സ്വയം ഉപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം. സത്യം പറഞ്ഞെന്നാൽ യേശുവിൻ്റെ മൊഴികൾക്ക് ഒരു വ്യാഖ്യാനമോ വിസ്തീർണമോ ആവശ്യമില്ല. അതിൽ തന്നെ സംസാരിക്കുന്ന, അതിൽ തന്നെ താനെ വേരിടുകയും നാമ്പിടുകയൊക്കെ ചെയ്യുന്നതാണ്. ചെറിയ പ്രായത്തിൽ ഇത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ ആ വാക്കിന് എന്തുമാത്രം സാധ്യതകളാണ്, ആ വാക്കിന് എന്തുമാത്രം പൊടിപ്പുകളാണ്. ഇതാരും പറഞ്ഞു തന്നതല്ല, എങ്ങൊന്നും വായിച്ചതല്ല. ഒരു വാക്കിൻ്റെ വിത്ത് ഉള്ളിൽ കടന്നിട്ട് അതിന് തന്നെത്താനെ സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ്. അത്തരം രൂപാന്തരീകരണങ്ങൾ, അത്തരം വ്യതിയാനങ്ങൾ ആരുടെ ജീവിതത്തിൽ സാധ്യമാണ്. പിന്നെ കുറച്ചൊക്കെ ഈ കാര്യങ്ങൾക്കകത്ത് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാനോ ഒന്ന് സ്വയം അപഗ്രഥിക്കാനോ ആയിട്ട് നമ്മൾ ചില സൂചനകൾ നൽകുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ഭൂമിയുടെ ഉപ്പെന്ന് പറയുന്നത്? നിശ്ചയമായിട്ട് സ്നേഹത്തിന് തന്നെ വേറെ പര്യായമായിരിക്കണം. എന്താ ഇത്ര ധൈര്യം? കാരണം നമുക്ക് ഒരു കൽപ്പനയെ നൽകപ്പെട്ടിട്ടുള്ളൂ. മരിക്കുന്നതിന് ഒരു 18 മണിക്കൂർ മുമ്പ്, മരിച്ചതൊരു വെള്ളിയാഴ്ച 3 മണിക്കാണെങ്കിൽ 18 മണിക്കൂർ മുമ്പുള്ള സംഭവം എന്ന് പറയുന്നത് പെസഹയാണ്. ആ പെസഹയുടെ ഒടുവിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു, സ്നേഹം. അതിന് പശ്ചാത്തലത്തിൽ കുഞ്ഞു വരി നമ്മൾ ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞുകൂടാ. ജൂഡസ് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് യേശു ഇത് പറയുന്നത്. ജൂഡസ് കേൾക്കാതെ പോയ ഒരു രഹസ്യം അത്. ജൂഡസ് കേൾക്കാതെ പോയൊരു കൽപ്പനയാണ് അത്.
അതുകൂടി അയാൾ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് അയാൾ കേൾക്കാതെ പോയ ഏക പാഠം അതായിരുന്നു. പക്ഷെ ആ പാഠത്തിനകത്തായിരുന്നു മുഴുവൻ മർമ്മം. ആ പാഠത്തിനകത്തായിരുന്നു യുവത്തിന് മുഴുവൻ കാതൽ. അത് കേൾക്കാനുള്ള ഭാഗ്യവും അവസരം അയാൾക്കുണ്ടായിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ കഥയ്ക്ക് എന്തായാലും കാര്യമായ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കണം. പക്ഷേ ജൂഡസിൻ്റെ കഥയ്ക്ക് കാര്യമായ വ്യതിയാനം ഉണ്ടായേനെ. അപ്പോൾ ഒരേ ഒരു കൽപ്പന മാത്രം നൽകപ്പെട്ടിരിക്കുന്ന എന്ന് യേശു പറഞ്ഞ സ്ഥിതിക്ക് ഏതൊരു യേശു മൊഴികൾക്കും ആ കൽപ്പനയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, അല്ലെങ്കിൽ ആ കൽപ്പനയുടെ തന്നെ അനുബന്ധ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുമെന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് അതിനിങ്ങനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഭൂമിയുടെ സ്നേഹമാവുന്നു. ഓരോരുത്തരും അവരവർ വസിക്കുന്ന ഭൂമിയുടെ സ്നേഹമായിട്ട് സ്വയം ഗണിച്ചാൽ നല്ലതാണ്. ഭൂമി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹെഡ് മാസ്റ്ററുടെ മുമ്പിലിരുന്ന് കറങ്ങുന്ന ആ ഗ്ലോബൊക്കെ ആയിട്ട് മാത്രം തെറ്റിദ്ധരിക്കരുത്, വലിയ ഭൂപടമായിട്ട് മാത്രം തെറ്റിദ്ധരിക്കരുത്. അത് ഓരോരുത്തരുടെയും ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരിടമാണ്. അവനവൻ്റെ ഭൂമി, അവനവൻ്റെ ഭൂമിയുടെ സ്നേഹമായിട്ട് നിൽക്കാനുള്ള ക്ഷണം. പഴയ പുരാണങ്ങൾ നമ്മൾ വായിച്ച് കേട്ടിട്ടില്ലേ? 2 മക്കളോടിങ്ങനെ ലോകയാത്ര നടത്തിയിട്ട് വരാനായിട്ട് അച്ഛനും അമ്മയും ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ ആൾ ഞൊടിയുടെ കൊണ്ട് ഇങ്ങനെ തിടുക്കത്തിൽ തൻ്റെ യാത്ര ആരംഭിക്കുന്നു. വളരെ വേഗത്തിൽ യാത്ര കഴിഞ്ഞ് വരുന്നു. അയാൾക്കൊരു പക്ഷിയൊക്കെ കൂട്ടുപോകുന്നുണ്ട്. മയിൽവാഹകൻ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾ ആകപ്പാട് ചെയ്തത് അച്ഛൻ്റെ അമ്മയുടെയും ചുറ്റിന് ഒന്ന് വലം വെച്ചു, ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. എന്നിട്ടോ അയാളാണ് ജയിച്ചതായിട്ട്, ആ മത്സരം ജയിച്ചതായിട്ട് ഒടുവിൽ നമുക്ക് തീർപ്പ് ലഭിക്കുന്നത്. കാരണം അയാളുടെ ലോകം അയാളുടെ അച്ഛനും അമ്മയായിരുന്നു. മനുഷ്യരുടെ ലോകം വളരെ ചെറുതാണ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്ന സ്വീകരണ മുറിയാണ് നിങ്ങളുടെ ലോകം. അപ്പോൾ അവനവൻ്റെ ലോകത്തിൻ്റെ സ്നേഹമായിട്ട് നിലനിൽക്കാനായിട്ടുള്ള ക്ഷണം, ഇത് വല്ലാത്തൊരു ബാധ്യതയാണ്. സ്നേഹം കണക്ക് ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു പദം വേറെയില്ല. സ്നേഹം എന്ന് പറയുന്നൊരു വാക്ക് നമുക്കറിയാം, ഇങ്ങനെ കാര്യമായിട്ട് മനുഷ്യൻ അപഗ്രഥിക്കാത്തൊരു വാക്കാണ്. കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു നുണയാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലാത്ത വിഷമം വരും. പക്ഷേ കാര്യം അതാ, ദ മോസ്റ്റ് ഏൻഷ്യൻ ലൈഫ് ഈസ് ലവ്. എല്ലാവരും ഈ നുണ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ സാത്താനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്: നുണകളുടെ തമ്പുരാനാണെന്ന് പറയുന്നത്, നുണകളുടെ പിതാവ്, നുണകളുടെ അച്ഛൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത് ആ തിന്മകളുടെ അച്ഛനാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് കുറികടക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഓരോരുത്തരും സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് ഈ സ്നേഹം എന്നൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് പുനർവിചിന്തിക്കേണ്ടതൊക്കെ വൈകിയ നേരമല്ലേ ഇത്? ഒരു ലളിതമായൊരു ഉദാഹരണത്തിനായിട്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഘോഷിക്കപ്പെടുന്നത് ഒരു സമാധിയാണ്. തൻ്റെ മരിച്ചുപോയ ആ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു ചക്രവർത്തി പണിത താജ്മഹാൾ എന്ന് പറയുന്ന ആ വലിയ വെൺകല്ലിലെ സമാധി. ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഇത്രയും പ്രിയപ്പെട്ട, ഇത്രയും ഭംഗിയുള്ള ഒരു സ്മാരകം. പിരമിഡുകൾ പോലുമല്ല, പിരമിഡുകളൊന്നും നിലനിൽക്കുന്നതിൻ്റെ ഭംഗിയുടെ പേരിലല്ല. ഇത് വല്ലാത്തൊരു ആർട്ട് വർക്കാണ്. വല്ലാത്ത 20 വർഷക്കാലം നീണ്ടിരുന്നു അതിൻ്റെ പണിക്ക് വേണ്ടി. ആയിരക്കണക്കിന് പണിക്കാർ ഋതുഭേദങ്ങൾ അറിയാതെ ഇങ്ങനെ ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വളരെ കൗതുകരമായൊരു കാര്യമുണ്ട്. മുംതസാണ് ഈ മരിച്ച സ്ത്രീ, ഷാജഹാൻ അവളുടെ പുരുഷൻ, അവർക്കൊരു മകളുണ്ട് ജഹനാർ എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ചിങ്ങനെ എഴുത്തിലും മിസ്റ്റിസിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവൾ ഗണിക്കപ്പെടുന്നത്. അവളുടെ ആ കുറിപ്പുകൾ കളക്ട് ചെയ്യപ്പെട്ടിട്ട് നമുക്കതിൻ്റെ വിവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഭാഷയിലും ലഭിക്കുന്നുണ്ട്. ജഹനാർ എന്നാണ് പേരെന്ന് ഞാൻ സൂചിപ്പിച്ചു. അവളുടെ കുറിപ്പിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കബറിന് മീതെ നിങ്ങളൊരു കല്ല് പോലും വെക്കരുത്. വേണമെങ്കിൽ കുറച്ച് പുല്ല് പാകുക. പിന്നെ ആ പുല്ല് വളരുമ്പോൾ പ്രാക്കൾക്ക് തിന്നാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഗോതമ്പണികളാവാം. താജ്മഹാൾ അമ്മയ്ക്ക് വേണ്ടി പണിത ഒരു ദേശത്ത് ആ അമ്മയുടെ മകള് മീതെ കല്ല് വെക്കരുതെന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? അവൾ വെറുതെ ഇതിൻ്റെയൊക്കെ ആ ഫലശൂന്യത ഓർക്കുക, ഇതിൻ്റെയൊക്കെ ആഴമില്ലായ്മയും ഈ കാമ്പില്ലായ്മയും ഓർക്കുക. ഇതിനകത്തൊന്നും കഥയില്ലെന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം ഈ 20 വർഷം ഇത്രയും പണിക്കാർ ഈ കഠിനമായ ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണിയാനായിട്ട് കൽപ്പിച്ച തൻ്റെ അച്ഛൻ കടന്നു പോകുന്ന ഭംഗിയില്ലാത്ത ജീവിതത്തെ അവൾ കണ്ടോളൂ. ഒത്തിരി സ്ത്രീകളിലൂടെ അയാളുടെ ജീവിതം കടന്നു പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഒരു 6 മാസക്കാലം പോലും ജപിച്ചോ തപിച്ചോ ഭാരപ്പെട്ടോ ഇരിക്കാനായിട്ട് കെൽപ്പില്ലാത്ത മനുഷ്യൻ പണിത താജ്മഹാൾ. കാര്യങ്ങൾ ഇത്തിരി നമ്മുടെ ചിന്തയിൽ നിന്ന് ഡീവേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നുണ, ആ നുണയെ ഒന്ന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, കുറികടക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വാക്കിന് വല്ലാത്ത ആഴം കിട്ടുന്നു. നിങ്ങളുടെ ഭൂമിയുടെ
നിശ്ചയമായിട്ടും ആ വാക്ക് നമുക്ക് തരുന്ന കുറേ സൂചനകളുണ്ട്. കുറേ അധികം പദങ്ങൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് ഇങ്ങനെ ജീർണതയെ അതിജീവിക്കാനായിട്ട്, ജീർണതയെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് മാനവരാശി കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള വസ്തുക്കളിലൊന്ന് ഉപ്പാണെന്നുള്ള സംശയം. യേശുവിൻ്റെ കാലത്തൊക്കെ അതുണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഈ മീനെന്നൊക്കെ പറയുന്നത് ഉണക്കമീനെന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പഠനം. കാര്യം കടലോര ദേശത്താണ് യേശു ജീവിച്ചിരുന്നെങ്കിൽ പറയുന്നെങ്കിൽ പോലും യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന കഥകളൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ മീനൊക്കെ ഉപ്പിലിട്ട് സൂക്ഷിച്ചിരുന്ന നാടാണ്. ഉപ്പെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിങ്ങനെ ജീർണത അഭിമുഖീകരിക്കാനായിട്ടും ജീർണതയെ പ്രതിരോധിക്കാനും വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ ഒരു ധാതുവാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വളരെ ഡയറക്റ്റാണ്. ഓരോരുത്തരും അവരവരുടെ പരിസരങ്ങളിലെ ജീർണതയ്ക്കകത്ത് ആ ജീർണതയെ പ്രതിരോധിക്കാനായിട്ട് എന്തു ചെയ്യുന്നു? ലോകത്തെ അതിൻ്റെ ഗതിക്ക് വിട്ടാൽ മതിയാണ്. എല്ലാവരും വിചാരിക്കുന്ന ലോകം അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഭംഗിയുള്ളൊരു കഥയുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ ഈ കടലോരത്ത് നിന്നുകൊണ്ട് ഈ തിരയിൽ വരുന്ന ഓരോ ചെറുമീനുകളെ പിറക്കി ഇങ്ങനെ കടലിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. ദൂരെ ഇങ്ങനെ വല കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ഇത് കണ്ടിങ്ങനെ കുലുങ്ങി ചിരിക്കുക. എന്താ ഇത്ര ചിരിക്കാനുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും നീണ്ട കടൽ, എന്തുമാത്രം ചെറുമീനുകൾ തിരയിൽ വന്ന് പെടുന്നു, അവൻ്റെ മണ്ണിൽ കുരുങ്ങുന്നു. ഇതിനകത്തുനിന്ന് ഒരു ചെറുമീനെ എടുത്ത് നീ ഇങ്ങനെ കടലിലോട്ട് എറിയുമ്പോൾ ഈ ഭൂമിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകാനാണ്? അപ്പോൾ ഈ ചെറിയ കുട്ടി പറഞ്ഞു, വല്യപ്പച്ച, ഭൂമിക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, പക്ഷേ ആ ജീവൻ തിരികെ കിട്ടിയ മീന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. വളരെ ചെറിയ ഇടപെടലാണ്, വളരെ ചെറിയ ഇടങ്ങളിലാണ്. അതിനകത്ത് നിന്നുണ്ടാകുന്ന ഒരു വ്യതിയാനമുണ്ട്. അതിനകത്ത് കുറേ കൂടി വിശ്വാസം വേണം. നിങ്ങൾ ഭൂമിയുടെ ജീർണതയെ പ്രതിരോധിക്കാനുള്ള അടിസ്ഥാന ധാതുവാകുന്നു എന്നാണ് ഒന്നാമത്തെ അന്വേഷണം. രണ്ടാമത്, ഉപ്പിന് രുചി എന്ന് തന്നെ അർത്ഥം. ആൻഡ് ദ ടേസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓരോരുത്തരും തങ്ങളുടെ സാന്നിധ്യം വഴി, ഇടപെടൽ വഴി ഒക്കെ തങ്ങളുടെ ലോകത്തിന് കുറേ കൂടി ക്വാളിറ്റി ഉറപ്പ് വരുന്നുണ്ടോ? പൊതുവെ എല്ലാവരും സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്കത് കണ്ടെത്താനും നിർണ്ണയിക്കാനും അടയാളപ്പെടുത്താനും പറ്റേണ്ടതല്ലേ? ഞാനൊരു കൗതുകകരമായിട്ട് ഓർക്കുന്നൊരു അനുഭവമുണ്ട്. അതിനൊക്കെ കൂടെ വിഷമം പിടിച്ചൊരു അനുഭവമാണ്. ഞങ്ങളുടെ അച്ഛന്മാരെയൊക്കെ അടക്കിയിരിക്കുന്നത് ഞങ്ങൾ പൊന്നുരുന്ന് എന്ന് പറഞ്ഞ ആശ്രമത്തിലാണ്. മിക്കവാറും അച്ഛന്മാരെയൊക്കെ അവിടെ അടക്കിയിരിക്കുന്നത് സമാധിയിൽ അവിടെയാണ്. ദേവദാസനായ ആ തീയഫനത്തിൻ്റെയൊക്കെ സമാധി അവിടെ ഉള്ളത് കൊണ്ട് സദാ അവിടെ ഇങ്ങനെ മനുഷ്യരുണ്ട്, അണയാത്ത തിരുനാളങ്ങളുണ്ട്. അപ്പം അച്ഛൻ്റെ അടുത്ത് തന്നെ ആയിട്ടിങ്ങനെ ഓരോരുത്തരുടെയും കല്ലറകളുണ്ട്. ഓരോ കല്ലറയിലും അവരുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രാത്രി ആർക്ക് വേണമെങ്കിലും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന, എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കുന്നതിന് മടിയില്ലാത്ത, ആരോടും ഇല്ല എന്ന് പറയാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു വൈദികൻ. അദ്ദേഹത്തിൻ്റെ മീതിയായിട്ട് എഴുതിയിട്ടുണ്ട്, ലവ് ഈസ് അവൈലബിലിറ്റി. സംലഭ്യതയാണ് സ്നേഹം. നന്നായിട്ട് ശാരീരിക ക്ലേശങ്ങളുണ്ടായ, ചെറിയ മുടന്തൊക്കെ ഉണ്ടായി, എന്നിട്ടും ദീർഘദൂരം ഇങ്ങനെ നടന്ന് മാത്രം യാത്ര ചെയ്യുകയും കഠിന തപശ്ചര്യകളൊക്കെ ചെയ്തിരുന്ന മറ്റൊരച്ഛനുണ്ട്, ബേസിലെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മീതിയായിട്ട് എഴുതിയിട്ടുണ്ട്, ലവ് ഈസ് സഫറിങ്. ആരും എന്തുമാത്രം പ്രകോപിപ്പിച്ചാലും പുഞ്ചിരി മാറാത്ത, അടിമുടി ഈർപ്പമുള്ള, കരുണയുള്ള ഒരു പഴയ പ്രൊഫഷണലച്ഛൻ്റെ ശവകുടീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലവ് ഈസ് പേഷ്യൻസ്. അല്ലാത്ത ക്ഷമയായിരുന്നു ആ മനുഷ്യന്. ഇങ്ങനെ ഓരോരുത്തരുടെയും ശവകുടീരങ്ങൾക്ക് മീതെ അവരവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, അവരവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചങ്ങാതി അടുത്ത് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വായിച്ചു. എന്നിട്ട് അതിന് ശേഷം അടുത്ത് വന്നിട്ട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, നീയൊന്നും ഉടനെ മരിക്കരുത്. എന്താ കാര്യം? എന്താണ് നിൻ്റെ മീതെ എഴുതേണ്ടി വരിക? ഫലിതമൊക്കെ അതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഫലിതമായിട്ട് അനുഭവപ്പെട്ടുമില്ല. അതിനകത്ത് വല്ലാത്തൊരു പ്രശ്നമുണ്ട്. കൂടി ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിൽ ഇങ്ങനെ സ്നേഹിക്കുന്നു പറയുന്നതിനപ്പുറമായിട്ട് എൻ്റെ മാത്രമെന്ന് കരുതപ്പെടാവുന്ന ഒരു അടയാളം, ഒരു ഫ്ലേവർ, ഒരു രുചിയൊക്കെ ഞാൻ ഇനിയും രൂപപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ രൂപപ്പെടുത്തിയതായിട്ട് എൻ്റെ ഉറ്റവർ കരുതുന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ്, സ്വന്തമായി അങ്ങനെ ഒരു രുചി, നിങ്ങളുടേതായ ഒരു ഫ്ലേവർ രൂപപ്പെടാത്തടത്തോളം കാലം നമ്മളാരും മരിക്കരുത്. അതിനു മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനോ മരണത്തിനോ ഭംഗിയില്ല. രണ്ടതാണ്, എന്തുമാത്രം രുചി വ്യത്യാസം നിങ്ങളുടെ പരിസരത്തിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കുഞ്ഞു പ്രസൻസ് കൊണ്ട് കുറേ കൂടി ഇടങ്ങൾ കുറേ കൂടി ലുമിനസ് ആവുന്നുണ്ടോ? കുറേ കൂടി മനുഷ്യന് ധാരണയും പ്രകാശവും ഇങ്ങനെ നിലപാടുമൊക്കെ ഉണ്ടാകുന്നതൊക്കെയുള്ള രണ്ടാമത്തെ അന്വേഷണം. മൂന്നാമതായിട്ട്, ഏതൊരു സംസ്കാരത്തിൻ്റെയും ഏറ്റവും ആദ്യത്തെ മരുന്നുകളിലൊന്ന് ഉപ്പ്. നമ്മുടെ നാട്ടിൽ പോലുള്ള ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അറുത്ത കൈക്ക് ഉപ്പ്
ഇങ്ങനെ കൊടുക്കാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞത്. പിശുക്കിൻ്റെ അങ്ങേയറ്റത്ത് പറയുന്നൊരു വാക്കായത്. ഭൂമി വല്ലാതെ രോഗാതുരമായ ഭൂമിയാണ്. ഇറ്റ്സ് എ പത്തോളജിക്കൽ വേൾഡ്. ആരാണ് ഈ ഭൂമിയിൽ രോഗിയല്ലാത്തത്? പൂർണ്ണ ആരോഗ്യമുള്ള എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ക്ഷോഭിക്കാത്തവർ, ഇടറിപ്പോകാത്തവർ, മമതകളിലേക്ക് പാളിപ്പോകാത്തവർ, വിഷാദത്തിലേക്ക് വഴുതി പോകാത്തവർ, ആരാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അപ്പോൾ കണ്ടുമുട്ടിയ എല്ലാവരും തന്നെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ രോഗാതുരതയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് പ്രകാശം ലഭിച്ച മനുഷ്യരുടെ ധർമ്മം അവരെ രോഗാതുരതകൾക്ക് സൗഖ്യമാകുക എന്നുള്ളതാണ്, ഭൂമിയുടെ വൈദ്യനാവുക എന്നുള്ള. ഗുരുക്കന്മാരായിരുന്നു ഭൂമിയുടെ ശരിയായ വൈദ്യന്മാർ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രിയപ്പെട്ട കുറേ ഗുരുക്കന്മാരുടെ ഒരു കുറിപ്പ് പുസ്തകം ഗുരു നിത്യേജനെഴുതി എഴുതുമ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിന് കൊടുത്ത ശീർഷകം ഇതായിരുന്നു: ഭൂമിയുടെ അപൂർവ വൈദ്യന്മാർ. ഭൂമിയുടെ അപൂർവ വൈദ്യന്മാരാണ് ഗുരുക്കന്മാർ. അപ്പോൾ നിങ്ങൾ ഏത് ഗുരുസരണിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിലും നിങ്ങളുടെ ധർമ്മം നിങ്ങളുടെ ഗുരു തുടങ്ങി വെച്ച ആ വൈദ്യ സംസ്കാരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള. ഭൂമി കുറേ കൂടി സൗഖ്യം അനുഭവിക്കേണ്ടതുണ്ട്. എല്ലാവരും പരിക്കേറ്റവരാണ്. വെറുതെ ഈ സ്വീകരണ മുറിയിൽ ഇത് കേട്ടതിന് ശേഷം ഈ TV ഓഫ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളൊരു നിമിഷം ഒന്ന് കണ്ണുപൊട്ടിയിരിക്കുക. അടുത്തിരിക്കുന്നവർ എന്തുമാത്രം പരിക്കേറ്റവരെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നിങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മിടിപ്പുകളിൽ ആ വ്യസനം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അവരുടെ കണ്ണിമകൾ നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വല്ലാതെ രോഗാതുരമായൊരു ഭൂമിയിൽ നിങ്ങൾ സൗഖ്യത്തിൻ്റെ അടയാളമാണെന്നുള്ളതാണ് നാലാമത്തെ വിചാരം. മൂന്നാമത്തെ വിചാരം, നാലാമതായിട്ട് ഇത് നിശ്ചയമായിട്ട് വരുന്നുള്ള ഉപ്പ് ശുദ്ധിയുടെ പ്രതീകമാണ്. ഓർക്കുമ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാ അഴുക്കളും സ്വീകരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് കടൽ. മലയാളത്തിൽ കടലിന് വേണ്ടിയുള്ള ചില പര്യായങ്ങൾക്കകത്ത് പോലും അതിൻ്റെ അർത്ഥം കിടപ്പുള്ളത് ഇങ്ങനെയാണ്: എല്ലാ അഴുക്കളും തന്നിലേക്ക് എടുക്കുന്ന ഒരാളാണ്. സകലമാന അഴുക്കുകളും കടല ഏറ്റുവാങ്ങുന്നത്. എന്നിട്ടും ആ അത്രയും അഴുക്കുള്ള ജലരാശിയുടെ മീതെ സകലത്തിനെയും പവിത്രീകരിക്കുന്ന, സകലത്തിനെയും വിമലീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന ആ സൂര്യവെളിച്ചം, അതിനകത്തുനിന്ന് ആ വെണ്മയുടെയോ വിശുദ്ധിയുടെയൊക്കെ പ്രതീകമായ ഈ പറയുന്ന ഉപ്പുതരികൾ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആരംഭിച്ചാലും, ഏത് ഇങ്ങനെ ഓടയിൽ ജീവിതം കുരുങ്ങിപ്പോയാലും, ഒരു ഇത്തിരി സൂര്യവെളിച്ചം ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് ഏറ്റവും ശുദ്ധിയുള്ള ഒരാളുണ്ടാകും. ലോകം അത്തരം ശുദ്ധിയുള്ള മനുഷ്യരെ അന്വേഷിക്കുന്നുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞ കണക്ക് ഒടുവിൽ ലോകത്തെ ജയിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്: പുണ്യവും പ്രേമവും പവിത്രതയും. വല്ലാത്ത എല്ലാത്തിനോടും ഒരു സ്നേഹമുള്ള മനുഷ്യരും ഈ അടിസ്ഥാനപരമായ പവിത്രത പുലർത്തുന്ന മനുഷ്യരും അവരാണ് ലോകത്തിലെ മുഴുവൻ ഹൃദയങ്ങളെയും സ്വാധീനിക്കാൻ പോവുക. ആദിമ ക്രൈസ്തവ സമൂഹത്തിനൊക്കെ അത്തരം ചില അനുഭവങ്ങളുടെ ബലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് ശേഷം ആദിമസഭയൊക്കെ എഴുതിയ കത്തുകൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്നയിടത്തെ വിശുദ്ധർ ഇന്നയിടത്തെ വിശുദ്ധർ അഭിവാദ്യം ചെയ്യുന്നു. ക്രിസ്തു ആഭിമുഖ്യമുണ്ടായിരുന്ന മനുഷ്യരുടെ ഏറ്റവും കോമൺ ആയൊരു പ്രോപ്പർട്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മക്കളെ ഭാഷ പറഞ്ഞെന്നാൽ ലസാഗുവായിരുന്നു വിശുദ്ധി. ആ കോമൺ ഫാക്ടർ എവിടെ പോയി? എങ്ങനെ അത് കുറച്ച് പേരിലേക്ക് ചുരുങ്ങിയതെന്നൊക്കെ ഉള്ളത് തലകുനിക്കേണ്ട, വിഷമം വരുത്തേണ്ട ഒരു വിചാരമാണ്. നൈർമല്യമാണ് നിങ്ങൾ ഭൂമിയുടെ നൈർമല്യമാണെന്നൊക്കെ ഒന്ന് കണ്ണുപൂട്ടി എന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഭൂമിയുടെ നൈർമല്യമോ, ഞാൻ വീടിൻ്റെ നൈർമല്യമോ? അതൊക്കെ ഉപ്പിൻ്റെ തന്നെ സൂചനകളും സാധ്യതകളുമാണ്. അവർ പിതാവിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ കഴിയുന്നു ഈ ദിവസങ്ങളിൽ. ആദ്യത്തെ പുണ്യവാനായിട്ടുള്ള തിരുനാൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. നമ്മുടെ ഈ അക്കാഡമി ഹാളിൽ ചാവറപ്പിതാവിൻ്റെ ഒരു എണ്ണച്ചായ ചിത്രം വെച്ചിട്ടുണ്ട്. അത് വലിയ അത്ഭുതമാണ് വാസ്തവത്തിൽ. കാരണം ആ ചിത്രം അവിടെ ഇരിക്കുന്നത് മതത്തിനോ സഭയ്ക്കോ കൊടുത്ത ഒരു സംഭാവനയുടെ പേരിലല്ല, ഭാഷയ്ക്ക് കൊടുത്ത സംഭാവനയുടെ പേരില്ല. അത്രയും പണ്ഡിതനായ മനുഷ്യനായിരുന്നു. സംസ്കൃത വിദ്യാലയങ്ങളൊക്കെ ഇത്രയും കോമൺ ആക്കാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത്, തുടക്കം എന്നൊക്കെ പറയുന്നത് ചാവറപ്പിതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പാണ്ഡിത്യം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒത്തിരി മനുഷ്യർ വേറെയൊക്കെ ഭൂമിയിലുണ്ടാകും. ശേഷം അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഐശുചാക്കയെക്കുറിച്ചൊക്കെ ഉള്ള ചില കുറിപ്പുകൾ വായിക്കുകയായിരുന്നു. അല്ലാത്ത പണ്ഡിതനായ മനുഷ്യനാണ്. അപ്പോൾ പാണ്ഡിത്യം എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിൽപ്പുണ്ട്. അതല്ല, മരിക്കാൻ നേരത്തെ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയ പ്രസാദവരം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. കുറേ ദശകങ്ങൾ ജീവിച്ച ഒരു മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ ജീവിതത്തെ ഒറ്റനോട്ടത്തിൽ കണ്ടിട്ട് വിലയിരുത്തുകയാണ്: ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയ പ്രസാദവരം ഞാൻ ഒരിക്കലും കളഞ്ഞു നശിപ്പിച്ചില്ല. ആ വരി ആദ്യമായിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാരണമില്ലാത്ത എന്തോ ഒരു വികാരത്തിൽ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ വല്ലാത്തൊരു വികാരമോ ഈ നിഷ്കളങ്കതയുടെ മൂലധനത്തിൽ നിൽക്കുന്ന മനുഷ്യരെ കാണുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപ്പെന്ന് പറയുന്നതിന് അങ്ങനെയും ഒരു സൂചന ഉണ്ടാവണമല്ലോ: നിങ്ങൾ ഭൂമിയുടെ നൈർമല്യമാകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു പറയുന്നൊരു കുഞ്ഞു വാക്കിനകത്ത് ചെറിയൊരു ഭീതിയുടെ ഒരു ലാഞ്ചനയുണ്ട്. എന്താണത്? ഉപ്പിന് അതിൻ്റെ ഉറ കെട്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരാൽ ചവിട്ടി ഇറക്കപ്പെടാനുള്ള എന്തിനു കൊള്ളാം.
സ്വധർമ്മം കണ്ടെത്തി അതിനെ പ്രകാശിപ്പിച്ച് അതിനെ വികസിപ്പിച്ച് ലക്ഷ്യങ്ങളിലെത്താത്തവരുടെ ജീവിതത്തിന് എന്തു സംഭവിക്കുമെന്നുള്ളതിൻ്റെ വല്ലാത്ത ഭയപ്പെടുത്തുന്ന വാക്കാണ്. പഴയ പാലസ്തീൻ ഭവനങ്ങളിൽ അടുപ്പ് പാചകത്തിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയിരുന്നൊരു മാർഗം ഈ അടുപ്പിന് വശങ്ങളിലായിട്ട് ഇങ്ങനെ ഉപ്പ് നിറക്കും. അതിന് മീതെയായിട്ടാണ് ഇങ്ങനെ തറയോട് പാകുക, അല്ലെങ്കിൽ അത് കണക്ക് എന്തെങ്കിലും ഒന്ന് പാകുക. അതുകൊണ്ട് ഇതിൻ്റെ ചൂട് നിലനിൽക്കുക എപ്പോഴും. അതിനകത്ത് വെക്കുന്ന ഭക്ഷണങ്ങൾക്കും ഒക്കെ ഒരു ചൂടുണ്ടാകും. എന്നാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ കാരം നഷ്ടമാകുമ്പോൾ, ഉപ്പിൻ്റെ ഉറ നഷ്ടമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേൽപ്പാളി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഈ ഉപ്പെടുത്തിട്ട് വഴി കൊണ്ടിടും. പിന്നെ അത് കിടക്കുന്നത് ഈ വഴിയുടെ യാത്രക്കാരുടെ ഒറ്റയടി പാതയിലൊക്കെ. അപ്പോൾ ഒരിക്കൽ ഏറ്റവും പരമപ്രധാനമായി ഇരുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾക്ക് അതിൻ്റെ നന്മയും ഭംഗിയും ഒക്കെ കൈവിട്ട് കഴിയുമ്പോൾ പിന്നെയുള്ള ദുരന്തം എന്ന് പറയുന്നത് ആ മനുഷ്യരുടെ മീതെ ഇങ്ങനെ ചവിട്ടേറ്റ് കിടക്കുക എന്നുള്ളതിന്. അതുകൊണ്ടൊക്കെ ആയിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇങ്ങനൊരു ആചാരമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പബ്ലിക് സ്കാനിൽ നടത്തിയ ഒരു വല്ലാത്തൊരു പൊതുവായൊരു ഉതപ്പിന് കാരണമായൊരു വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. സഭയുടെ കൂട്ടായ്മകൾ നടക്കുന്ന ഇടങ്ങളിൽ അയാളിങ്ങനെ പുറത്തെ പടവുകളിൽ കിടക്കും. എന്നിട്ട് അവിടെ വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന മനുഷ്യരോട് പറയും, എൻ്റെ മീതെ ചവിട്ടി പോകുക, ഞാനോ കാരമില്ലാത്ത ഉപ്പാണ്.